തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആണെങ്കിലും SDPI ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് വോട്ട് ചെയ്യുക. എന്നാൽ ക്രൈസ്തവരെ 13 സഭകളാണുള്ളത്. ക്രൈസ്തവർക്ക് പണ്ടൊക്കെ ഐക്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോ ഈ 13 സഭകളും 13 അഭിപ്രായമായിട്ട് ഛിന്ന ഭിന്നമായിട്ടാണ് നിൽക്കുന്നത്. ഹിന്ദുക്കളിലുള്ളത് അത് 316 അഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. മുസ്ലിം സമൂഹത്തിന് സംഘടിതമായ വോട്ട് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ജനപ്രതിനിധികളെ സൃഷ്ടിക്കാനും ആ ജനപ്രതിനിധികളെ ഉപയോഗിച്ച് ജനാധിപത്യം സ്വന്തമാക്കാനും വളരെ ഈസിയാണ്. ഈ വസ്തുതയാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് സംഘടിത മുസ്ലിം നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ മറ്റുള്ള സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമായ തിരുത്തൽ നടപടികൾ എടുത്തില്ല എങ്കിൽ സംഘടിത വോട്ട് ബാങ്ക് ഉള്ളവർ സംസ്ഥാനം കൊണ്ടുപോകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ അർത്ഥം.